അപ്പൊ ഗ്ലൈസിൻ സിന്തസിസും ഗ്ലൈസിൻ ബ്രേക്ക് ഡൗണും നമ്മൾ ഇപ്പൊ പഠിച്ചു. ഞാൻ കുറച്ച് ടൈം കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഇത് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ 4-ാം തീയതി മുതൽ നമ്മൾ തമ്മിൽ കാണുകയാണല്ലോ, അപ്പൊ ഡൗട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിച്ചില്ല. ഈ ഗ്ലൈസിൻ ഫിനൈലലാനിന്റെ ബ്രേക്ക് ഡൗണും സിന്തസിസും ഒന്നും ചോദിച്ചില്ല. അതിന്റെ മുമ്പിൽ അത് എസ് ആയിട്ട് വന്നു. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് എസ് ആയിട്ട് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങളിത് പഠിക്കണം. പഠിച്ചു ഈ ക്ലാസ്സിനൊപ്പം തന്നെ ഇത് പഠിച്ചു പോകണം. ഈ ഒരു പിക്ചർ ഞാൻ എന്താണെന്ന് അറിയാമോ? നമ്മൾ അവിടെ പഠിച്ച എല്ലാ റിയാക്ഷൻസും ഇവിടെ ഒറ്റ ഇതിൽ കാണിക്കുന്നുണ്ട്. ഓവറോൾ ഗ്ലൈസിൻ ഇസ് കൺവേർട്ടഡ് ടു CO2 and NH4. തിരിച്ച് CO2 NH4 ചേർന്ന് ഗ്ലൈസിൻ ആവുന്നു. ഓക്കെ, ഗ്ലൈസിൻ ഇസ് കൺവേർട്ടഡ് ടു സിറിൻ. അതേ എൻസൈം സിറിനെ ഗ്ലൈസിൻ ആക്കുന്നു. ഇനി സിറിൻ ഡീഹൈഡ്രേറ്റേസ് വഴി പൈറുവേറ്റ് ആവുന്നു. പൈറുവേറ്റിന് ഗ്ലൂക്കോസ് ആകാം. മനസ്സിലായോ? ഇപ്പൊ ഗ്ലൂക്കോസ് സിന്തസിസിലേക്ക് ഗ്ലൈസിൻ പോകുന്നു എന്നാണ് അവിടെ കാണിക്കുന്നത്. ഇനി സിറിൻ ഈ ഒരു സ്റ്റെപ്പ് നമ്മളിവിടെ ചേർത്തിട്ടില്ല എന്നല്ലേ. സിറിൻ ക്യാൻ ബി കൺവേർട്ടഡ് ടു എഥനോളമീൻ. എഥനോളമീൻ ക്യാൻ ബി കൺവേർട്ടഡ് ടു ഗ്ലൈക്കോകൊളൈറ്റ് ആൻഡ് ഗ്ലൈക്കോകൊളൈറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഗ്ലയോക്സിലേറ്റ്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചാൽ മതി കേട്ടോ. നേരത്തെ പറഞ്ഞത് ധാരാളമാ, ഇതും കൂടെ പഠിച്ചാൽ നന്ന്. നമ്മൾ എസ് ചോദിച്ചാൽ ഇതൊക്കെ എഴുതിയ എക്സ്ട്രാ നല്ലതാ. അപ്പൊ സിറിൻ ക്യാൻ ബി കൺവേർട്ടഡ് ടു എഥനോളമീൻ. ഇവിടെ നിന്ന് ഒരു CO2 പോയാൽ മതി, എഥനോളമീൻ ആകാം. നിങ്ങളെ സ്ട്രക്ചർ നോക്കിയാൽ മതി. NH2 CH2 OH. ഈ ഒരു COH പോയി കഴിഞ്ഞാൽ നമുക്ക് എഥനോളമീൻ കിട്ടി. ആ എഥനോളമീൻ ഡീഅമിനേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അമോണിയ പോയി കഴിഞ്ഞാൽ ഗ്ലൈക്കോകൊളൈറ്റ് കിട്ടും. ഗ്ലൈക്കോകൊളൈറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലയോക്സിലേറ്റ് കിട്ടും. മനസ്സിലായോ? ഇനി ഗ്ലയോക്സിലേറ്റ് ക്യാൻ ബി ട്രാൻസാമിനേറ്റഡ് ടു ഗ്ലൈസിൻ. ആദ്യമേ ഞാൻ ഇത് കാണിച്ചത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി. നമ്മളിപ്പോ ഇൻഡിവിജ്വലി ഇതെല്ലാം റിയാക്ഷൻസ് പഠിച്ചു. ഈ ഒരു റിയാക്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗ്ലയോക്സിലേറ്റ് ക്യാൻ ബി ട്രാൻസാമിനേറ്റഡ് ടു ഗ്ലൈസിൻ. അതേപോലെ ഗ്ലൈസിൻ ക്യാൻ ബി കൺവേർട്ടഡ് ടു ഗ്ലയോക്സിലേറ്റ് ബൈ ഗ്ലൈസിൻ ഓക്സിഡേസ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചില്ലേ? ഇനി ഗ്ലയോക്സിലേറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഓക്സിലേറ്റ്, ഫോർമേറ്റ് എന്നൊക്കെ ഉള്ളത് വേറെ അതിന്റെ സൈഡ് റിയാക്ഷൻസ്. ഗ്ലയോക്സിലേറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഓക്സലേറ്റ്. ഓക്കെ, CHO എന്നുള്ളത് COH ആയി കഴിഞ്ഞാൽ ഓക്സലേറ്റ് ആയി. ഇനി ഗ്ലയോക്സിലേറ്റ് ക്യാൻ ഓൾസോ ബി കൺവേർട്ടഡ് ടു ഫോർമേറ്റ് ആൻഡ് ഫോർമേറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു N10 ഫോർമൈൽ ടെട്രാഹൈഡ്രോഫോളേറ്റ്. ഒരു THF കയറി N10 ഫോർമൽ ടെട്രാഹൈഡ്രോഫോളേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇത് ഈ ഒരു കാര്യം ഇവിടെ പറയാൻ കാരണം വെച്ചാൽ ഗ്ലൈസിന്റെ ബ്രേക്ക് ഡൗൺ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഓക്സലേറ്റും വരാം. മനസ്സിലായി? ഓക്സിലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഓക്സിലേറ്റിന്റെ കണ്ടന്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റ്സിനും കിഡ്നിക്കും വെച്ചൊരു പ്രശ്നമുള്ളതാണ്. അപ്പൊ ഗ്ലൈസിൻ ക്യാൻ ഓൾസോ ബി കൺവേർട്ടഡ് ടു ഓക്സിലേറ്റ് വയ ഗ്ലയോക്സിലേറ്റ്. അതൊന്ന് ഓർത്ത് വെക്കണം നിങ്ങൾ. അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്ത് പറയാൻ കാര്യം. ആൻഡ് ഗ്ലൈസിൻ ക്യാൻ ഓൾസോ ബി കൺവേർട്ടഡ് ടു ഫോർമേറ്റ് വയ ഗ്ലയോക്സിലേറ്റ്. മനസ്സിലായോ? ഫോർമേറ്റ് ക്യാൻ ബി യൂട്ടിലൈസ് ഫോർ ഫോമിംഗ് ഓഫ് N10 ഫോർമൽ ടെട്രാഹൈഡ്രോഫോളേറ്റ്. ഏതെങ്കിലും ഒരു മെറ്റബോളിക് പാത്വേയിൽ ഫോർമൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ N10 ഫോർമൽ ടെട്രാഹൈഡ്രോഫോളേറ്റ് അവിടെ പ്രവർത്തിക്കും. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മൾ പഠിച്ച റിയാക്ഷൻസ് ഇതെല്ലാം ഇതിനു മുമ്പ് മെറ്റബോളിക് സിന്തസിസിലും ഡീഗ്രഡേഷനിലും പഠിച്ച പ്രോസസ്സസ് ആണ്. ആകെ പുതിയതായിട്ട് പറയുന്നത് ഗ്ലൈസിൻ കൺവേർട്ടിംഗ് ടു സിറിൻ ആൻഡ് സിറിൻ ടു എഥനോളമീൻ, എഥനോളമീൻ ടു ഗ്ലൈക്കോകൊളൈറ്റ്, ഗ്ലൈക്കോകൊളൈറ്റ് ടു ഗ്ലയോക്സിലേറ്റ്. ആ സ്റ്റെപ്സ് പഠിക്കാൻ ഒരു പ്രയാസത്തിൽ ഇവിടെ CO2 പോയി കഴിഞ്ഞാൽ നമുക്ക് എഥനോളമീൻ കിട്ടും. അതിൽ ഡീഅമിനേഷൻ കഴിഞ്ഞാൽ ഗ്ലൈക്കോകൊളൈറ്റ് കിട്ടും. അത് ഓക്സിഡൈസ് ചെയ്താൽ ഗ്ലയോക്സിലേറ്റ് കിട്ടും. പിന്നെ എക്സ്ട്രാ പഠിച്ചത് ഗ്ലയോക്സിലേറ്റ് ഓക്സിലേറ്റ് ആകുന്നതും ഫോർമേറ്റ് ആകുന്നതും കേട്ടോ. ഇത് പഠിക്കാൻ പ്രയാസം ഇല്ലല്ലോ. ഇനി നമ്മുടെ സിലബസിലുള്ളതല്ല ഗ്ലൈസിൻ യൂറിയ. പക്ഷേ ഗ്ലൈസിൻ മെറ്റബോളിസം നിങ്ങൾക്ക് എസ് ആയിട്ട് വന്നാൽ നിങ്ങൾ ഇതും കൂടെ എഴുതി ചേർക്കുക. ഒരു എക്സ്ട്രാ നമുക്ക് 15-ൽ 15 കിട്ടാനുള്ളൊരു വകുപ്പാണ് ഈ എക്സ്ട്രാ പോയിന്റ്സ് എഴുതിയ. അപ്പൊ ഗ്ലൈസിൻ യൂറിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റെയർ ഡിസോർഡർ. ഗ്ലൈസിൻ മെറ്റബോളിസത്തിലുള്ള പ്രോബ്ലം കാരണം ഉണ്ടാകുന്നതാണ് ഗ്ലൈസിൻ യൂറിയ. അവിടെ സിറം കോൺസെൻട്രേഷൻ നോർമൽ. ഇപ്പൊ നമ്മൾ ഗ്ലൈസീനീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിലോ സിറത്തിലോ ഗ്ലൈസിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഗ്ലൈസീനീമിയ എന്ന് പറയുന്നത്. ഫ്രക്ടോസീമിയ എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ? അതേപോലെ ഗ്ലൈസിൻ യൂറിയ ഇവിടെ serum glycine is normal but high amount of glycine is excreted in the urine. Understand? And this is because of defective renal reabsorption. എന്നുവെച്ചാൽ സിറത്തിന്റെ നോർമലാ, സിറത്തിൽ നോർമൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ സിറത്തിൽ കൂടിയിട്ടല്ല യൂറിനിൽ ഇവിടെ വരുന്നത്. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നിയിൽ ചെല്ലുമ്പോൾ കുറെ സാധനങ്ങൾ റീഅബ്സോർബ് ചെയ്യും അല്ലെ? യൂറിൻ ഫോർമേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. കുറെ റീഅബ്സോർബ് ചെയ്യും, ചിലതൊക്കെ സെക്രീറ്റ് ചെയ്യും. സെക്രീഷനും റീഅബ്സോർപ്ഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് ബ്ലഡിന് യൂറിൻ ഫോം ചെയ്യുന്നത്. അവിടെ ഗ്ലൈസിൻ റീഅബ്സോർപ്ഷൻ ഡിഫക്റ്റീവ് ആവുന്നുണ്ട്. ആ കുറെ ഗ്ലൈസിൻ നമുക്ക് അങ്ങ് നഷ്ടപ്പെട്ടു പോവാണ് യൂറിൻ വഴി. ഓക്കെ, അപ്പൊ അതാണ് ഈ ഗ്ലൈസിൻ യൂറിയ എന്നുള്ളതിന്റെ ഒരു കാരണം. അപ്പൊ ഇറ്റ് ഇസ് ക്യാരക്ടറൈസ് ദ ഇൻക്രീസ്ഡ് ടെൻഡൻസി ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സലേറ്റ് റീനൽ സ്റ്റോൺ. ഇത് ഞാൻ ഈ ഒരു പോയിന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ആ ഓക്സലേറ്റിന്റെ കാര്യം എടുത്തു പറഞ്ഞത്. കണ്ടോ? ഗ്ലൈസിൻ ക്യാൻ ബി കൺവേർട്ടഡ് ടു ഓക്സലേറ്റ്
അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഗതി പറയുന്നത്. ഗ്ലൈസീമിയൂറിയ is characterized by increased tendency for formation of oxalate renal stones. Okay. However, urinary oxalate is normal. That is nothing to do. അപ്പൊ നമ്മൾ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് പഠിച്ചേക്കാം. നിങ്ങൾക്ക് 1 മാർക്ക് 2 മാർക്കിന് ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങളുടെ സിലബസ് എടുത്ത് പറയുന്നില്ല. പക്ഷെ എസ്സേ ചോദിച്ചാൽ ഉറപ്പായിട്ടും ഗ്ലൈസീമിയൂറിയയും കൂടെ എഴുതി ചേർക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്സും കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും പഠിക്കാൻ ഒരു പ്രയാസമില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 4-ാം തീയതി എന്നെ കാണുമ്പോൾ ചോദിച്ചാൽ മതി. കുറച്ച് സ്പീഡിലാണ് ഞാൻ ഇതെടുത്തത്, കാരണം സമയമായിപ്പോയി, അതുകൊണ്ട്. ഓക്കെ.